കലയുടെ അനന്തമായ സാധ്യതകൾ കഴിഞ്ഞ 2 ദിനരാത്രങ്ങളിലായി നമ്മൾ അനുഭവിക്കുകയാണ്. ഞാനും ഷഹദും ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ MT നിളയുള്ളത്. ആ നിളയ്ക്ക് മുന്നിലാണ് നമ്മുടെ 24ന്റെ സ്വന്തം പവലിയൻ അനന്ത കലാപുരിയുള്ളത്. അനന്ത കലാപുരിയിൽ ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് അത്ഭുത പ്രതിഭകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഷഹദ്, വേദി 1-ൽ രാവിലെ നടന്നത് ഒപ്പന മത്സരമായിരുന്നു. എന്നാൽ ഇപ്പം നടക്കുന്നത് മോഹിനിയാട്ടമാണ്. അപ്പം ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് 24ന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വിഭവ സമൃദ്ധമായിട്ടുള്ള കലാ മത്സരങ്ങളും കലാപൂരവുമാണ് നടക്കാൻ പോകുന്നത്, അല്ലേ? യെസ്, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ജനക്കൂട്ടം ഇന്ന് പലയിടങ്ങളിലും കാണാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇന്ന് സൺഡേ ആണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ റിലാക്സ് ചെയ്യാൻ, എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക്, ഒരു കാർണിവൽ മൂഡിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്നിനു പിറകെ ഒന്നായി ഇതാ നമ്മുടെ കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മളിവിടെ കാണുന്നു. അതേസമയം നല്ല പൊരിഞ്ഞ വെയിലാണ്. വെയിലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ വെയിലാണെങ്കിലും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ പ്രജിനെ, നമുക്ക് ഇനി പ്രധാനമായിട്ട് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിനു മുമ്പ് നമുക്ക് പ്രേക്ഷകരെ വെൽക്കം ചെയ്യണ്ടേ? വെൽക്കം ചെയ്യണം. എല്ലാ പ്രേക്ഷകർക്കും അനന്ത കലാപുരിയിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിലവിലെ പോയിന്റ് അപ്ഡേറ്റുകൾ, ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്, കണ്ണൂരാണോ കോഴിക്കോടാണോ എന്നൊക്കെയാണ് നമ്മുടെ തർക്കം. അതൊരു തീരുമാനം വേണ്ടേ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ആയിട്ടില്ല. 249 ഇനങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 84 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ ആരാണ് 1ാം സ്ഥാനത്ത് എന്ന് നോക്കാം. അത് മറ്റാരുമല്ല മിസ്റ്റർ ഷഹദ്, അത് കണ്ണൂർ ജില്ല തന്നെയാണ്. ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ആണ്. അല്ല, പക്ഷെ പ്രശ്നേ എനിക്കതിൽ പരാതിയില്ല. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ പതിയെ വന്ന് അവസാന കപ്പ് കൊണ്ടുപോകാറാണ് പതിവ് കോഴിക്കോട്ടുകാര്. ഞാനൊരു കാര്യം പറയട്ടെ, കോഴിക്കോട് ഇപ്പോഴേ 4ാം സ്ഥാനത്താണ്. അല്ല, 4ാം സ്ഥാനം അതൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ഇനി ദിവസം കിടക്കാം പ്രശ്നേ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഇനി പാട്ട് കാണാം അല്ലേ? അപ്പൊ കണ്ണൂരിലെ 308 പോയിന്റുമായി ലീഡ് ചെയ്യുന്നു. തൃശൂർ തൊട്ടുപിറകിൽ 305 പോയിന്റ് 2ാം സ്ഥാനത്ത്. പാലക്കാട് 303 പോയിന്റുമായി 3ാം സ്ഥാനത്ത്. കോഴിക്കോട് ഒപ്പത്തിനൊപ്പം 303. എറണാകുളം 290 പോയിന്റ്. ആലപ്പുഴ 284. ട്രിവാൻഡ്രം ആതിഥേയ ജില്ലയാണ് 282 പോയിന്റുമായി 7ാം സ്ഥാനത്ത്. മറ്റു ജില്ലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നു. ഇനിയുമുണ്ട് ഇവന്റുകൾ. 164 ഇനങ്ങൾ ഇനി പൂർത്തിയാവാനുണ്ട്. അത് വരും ദിവസങ്ങളിലാണ്. അപ്പോഴാണ് കൃത്യമായി ആരാണ് യഥാർത്ഥ വിജയം. ഒരുപക്ഷെ നാളത്തോടുകൂടി ഏകദേശം ഒരു ചിത്രം വ്യക്തമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. ഒരു ഫെസ്റ്റിവൽ മൂഡ്, എത്രമാത്രം ഒരു കാർണിവൽ മൂഡിലാണ് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഉള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ആകാശ കാഴ്ചകൾ കാണാം. നമുക്ക് മുകളിലുള്ള നമ്മുടെ ഡ്രോൺ പകർത്തുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വെച്ച് താമസിപ്പിക്കണ്ട. അതെ, നമുക്ക് ആ ഒരു ഓളത്തിലേക്ക് അങ്ങ് പോകണം. അപ്പൊ നമുക്കൊപ്പം ആരാ ഉള്ളത്? ഒരു കിടിലൻ ടീമുണ്ട്. അതെ, കാരണം എന്താ അറിയോ, ഇവർക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാനത്ത് ഇതുപോലെ ചെണ്ടമേളവും പഞ്ചവാദ്യവും ഒക്കെ എത്തുന്ന ഒരേ ഒരു സ്കൂൾ അതാരാണ്? അത് ഇവർ തന്നെ പറയും. കേൾക്കുന്നില്ല. RRV ബോയ്സ്. യെസ്. എത്ര വർഷമായിട്ട് ഇവർ വരുന്നുണ്ട്? 8 വർഷമായിട്ട് വരുന്നു പറയുന്നു. ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാൻ നമുക്ക്, അല്ലേ? ടീം ക്യാപ്റ്റൻ ആണ്. ടീം ക്യാപ്റ്റൻ. ഇത്തവണത്തെ പ്രത്യേകത എന്താണ്? എത്ര വർഷമായി വരുന്നത്? പ്രജിൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണുള്ളത്? നമ്മൾ 8 വർഷമായിട്ട് വരുന്നതാണ് സ്കൂളിൽ നിന്ന്. പിന്നെ പഞ്ചവാദ്യം കൂടെ ഉണ്ട്. നമുക്ക് പഞ്ചായത്ത് ഇന്നലെ കഴിഞ്ഞ് നമുക്ക് A ഗ്രേഡ് കിട്ടി. ഇനി ചെണ്ടമേളം കഴിഞ്ഞ് വന്നേക്കാണ്. എന്താ അറിയോ, താളവും പെരുക്കുമാണ് ഇവിടെ മെയിൻ. അത് കാണണ്ടേ, അത് കേൾക്കണം. പെർഫോമൻസിലേക്ക് പോവാം. കാണാൻ നിൽക്കുന്ന ആൾക്കാര്. ഓക്കെ, അപ്പൊ പെർഫോമൻസിലേക്ക് പോവാം. ബാക്കി പിന്നെ
അപ്പോൾ ക്യാപ്റ്റനോട് ചോദിക്കാം, പെട്ടെന്ന് ടീം അംഗങ്ങളുടെ പേരൊന്ന് പറയാം. ഇത് ഞാൻ നിവേദ്. മോന്റെ പേര് നന്ദകിഷോർ, നന്ദകിഷോർ. പേര് സൂര്യകൃഷ്ണൻ, കാശിനാഥ്, അദ്വൈത്, അഭിനന്ദ്, കാർത്തികേയൻ. പറഞ്ഞു. ഇയാളെ കണ്ടോ? അതെ. ഇത് കുഴലാണ് അല്ലേ? അത് പ്രത്യേക രീതിയിലാണ് കുഴൽ വാദനം അല്ലേ? അഭ്യസിക്കുന്നുണ്ടോ അത്? ഇതിനു വേണ്ടി പഠിച്ചു. അത് മാത്രം ഒന്ന് ചെയ്യാവോ? ആ ആക്ഷനോടുകൂടി അല്ലേ? പ്രേക്ഷകർക്ക് ഒന്നുകൂടി. ആ ആക്ഷൻ കൂടെ. ആ അതാണ് യെസ്. അതിനാണ് അപ്പോ കൈയടി. അതെ. അപ്പോൾ 8 വർഷമായിട്ട് പാരമ്പര്യമുള്ള ടീമാണ്. ചെണ്ടമേളം, മേളവും പെരുക്കും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇനി ശരിക്കും ഒരുപാട് തൃശ്ശൂർ പൂരത്തിന് പോയ അതെ ഒരുപാട് എന്താ പറയുക വേദികൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ഓൾ ദി വെരി ബെസ്റ്റ്.